കാളയും അതിന്റെ കൂർമ്മബുദ്ധിയും. ഒരു കൃഷിക്കാരൻ തന്റെ നിലമുഴാൻ ഒരു കാളയെ വെച്ചിരുന്നു. കാളയ്ക്ക് വയസ്സായതുകൊണ്ട് അതിനെ കാട്ടിൽ കൊണ്ടുപോയി വിട്ടു. തനിക്ക് താമസിക്കാൻ സൗകര്യമായി വെള്ളവും പുല്ലുമുള്ള സ്ഥലം തേടി കാള നടന്നു. വളരെ ദൂരം ചെന്ന കാള നല്ല ഒരു കുളം, ഗുഹ, പച്ചപ്പുല്ലുള്ള വയൽവെളി, നിഴൽ തരുന്ന മരങ്ങൾ, ഇതെല്ലാം തികഞ്ഞ ഒരു സ്ഥലം കണ്ടപ്പോൾ അവിടെ താമസിക്കാൻ തീരുമാനിച്ചു. ഒരു ദിവസം ഒരു സിംഹം ആ ഗുഹയെ നോക്കി വന്നുകൊണ്ടിരുന്നു. കാള ഒട്ടും ഭയപ്പെട്ടില്ല. കാള ഗുഹയെ നോക്കി, "സ്നേഹിതേ, ഇന്ന് നമ്മുടെ കുട്ടികൾക്കും നല്ല ഭക്ഷണം കിട്ടും. ഒരു വലിയ സിംഹം ഇങ്ങോട്ട് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അത് ഗുഹയ്ക്കരികിൽ വന്നതും എന്റെ കൊമ്പുകൊണ്ട് കുത്തി അകത്തേക്കിടാം" എന്ന് പറഞ്ഞു. ഇത് കേട്ട സിംഹം ഭയന്നുപോയി അവിടെ നിന്ന് പാഞ്ഞു. പേടിച്ചോടി വരുന്ന സിംഹത്തെ കണ്ട് ഒരു നരി തടഞ്ഞു നിർത്തി കാരണം ചോദിച്ചു. സിംഹം നടന്നതെല്ലാം പറഞ്ഞു. നരി കളിയാക്കി ചിരിച്ചപ്പോൾ, "എന്തിനാണ് നീ എന്നെ നോക്കി ഇങ്ങനെ ചിരിക്കുന്നത്?" എന്ന് സിംഹം ചോദിച്ചു. "സിംഹരാജാവേ, താങ്കൾ കാണിച്ച വിഡ്ഢിത്തത്തെ ഓർത്താണ് ചിരിക്കുന്നത്. താങ്കളെ പേടിപ്പിച്ച ആ കാള ഒരു സാധാരണ മൃഗമാണ്. അത് താങ്കൾക്ക് നല്ലൊരു ഇരയാണ്. വരൂ, ഞാൻ കാണിച്ചു തരാം" എന്ന് നരി പറഞ്ഞു. സിംഹം നരി പറഞ്ഞത് വിശ്വസിക്കാൻ തയ്യാറായില്ല. "രാജാവേ, സംശയിക്കേണ്ട. താങ്കളുടെ വാല് എന്റെ വാലിനോട് ചേർത്ത് കെട്ടിക്കോളൂ. ആപത്ത് വന്നാൽ ആദ്യം എനിക്കല്ലേ വരൂ" എന്ന് പറഞ്ഞ് അത് ആശ്വസിപ്പിച്ചു. അതേപടി ഇരുവരും കാളയുള്ള സ്ഥലത്തേക്ക് ചെന്നു. രണ്ടുപേരും കൂടി വരുന്നത് കണ്ട കാള ഇപ്പോഴും ഭയപ്പെട്ടില്ല. ബുദ്ധിശാലിയായ കാള നരിയെ കണ്ടു. എന്നിട്ട് പറഞ്ഞു, "ഏയ് നരിയെ, ഞാൻ നിന്നോട് 2 സിംഹങ്ങളെയല്ലേ കൂട്ടിക്കൊണ്ടുവരാൻ പറഞ്ഞത്? പക്ഷേ നീ ഒരേ ഒരു സിംഹത്തെ മാത്രമേ കൊണ്ടുവന്നിട്ടുള്ളൂവല്ലോ. എന്റെ പകുതി കുടുംബം പട്ടിണിയായി പോകുമല്ലോ" എന്ന് പറഞ്ഞു. ഇത് കേട്ട് പേടിച്ച സിംഹം വാല് കെട്ടിയതും ശ്രദ്ധിക്കാതെ നരിയെയും വലിച്ചുകൊണ്ട് ഓടി രക്ഷപ്പെട്ടു.